നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നാരങ്ങ ജ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ മീനിലേക്ക് പുരട്ടാനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫിഷ് ഫ്രൈ തയ്യാറാക്കാനായി എടുത്തേക്കുന്നത് ഇവിടെ നെമ്മീനാണ്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ചൂരയോ ആവോലിയോ കരിമീനോ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഫിഷ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിനി ഈ മീൻ കഷ്ണങ്ങളിലെല്ലാം അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് ഏകദേശം 1/2 കിലോ മീനുണ്ട്. അരപ്പെല്ലാം നന്നായിട്ട് മീൻ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഒരു 30 മിനിറ്റ് ഇതൊന്ന് അരപ്പ് പിടിക്കാനായി മാറ്റി വയ്ക്കാം. ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ പെട്ടെന്ന് നന്നായിട്ട് അരപ്പ് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അപ്പോൾ പാനിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 3-4 മിനിറ്റ് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3-4 മിനിറ്റ് കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 വശവും ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നൊരു ഫിഷ് ഫ്രൈ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.